ശരിക്കും ഇതിൻ്റെ കവർ പേജ് മുതൽ ഇതിൻ്റെ പേരുൾപ്പെടെ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അതായത് തെമ്മാടിയുടെ മകൾ എന്നാണ് പേര്. അപ്പോൾ ഇതിന്റെ ഒരു കവർ പേജും ഒക്കെ മകളല്ല, മോള്. അത് തന്നെ, അതെ, ഞാൻ നമ്മുടെ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചതാ. എല്ലാരും ചോദിക്കും ഇത് തെറ്റാണോ എഴുതിയിരിക്കുന്നത്. തെറ്റല്ല, അത് അങ്ങനെ തന്നെ. അതായത് ഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് തെറ്റാണ്. പക്ഷെ നമ്മൾ കൊളോക്കിലി പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ഇതിൽ തെമ്മാടിയുടെ മോൾ. അപ്പം ഈ ഇടയ്ക്കാണ് എനിക്കത് വായിക്കാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 കഥകളാണല്ലോ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് തെമ്മാടിയുടെ മോൾ എന്ന് തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു പേരിടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അത് ശരിക്കും ഈ കഥയാണ് ആദ്യം, അതായത് ബുക്ക് എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പല കഥകൾ മനസ്സിൽ തോന്നിയത്. പക്ഷെ ഈ ഒരു കഥയെന്നാണ് തുടങ്ങിയത്. ഇതാദ്യം ഒരു പുസ്തകമാക്കണം എന്ന് വിചാരിച്ച് എഴുതി തുടങ്ങിയതല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് എഴുതുന്നതാണ്, തിരക്കഥകൾ എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതി തുടങ്ങിയതാണ്. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ കൂടി ബുക്കാക്കാം, നമുക്കൊരു പുസ്തകമായിട്ട്. ഇതുവരെ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട് പല കഥകളൊക്കെ, പക്ഷെ പബ്ലിഷ് ചെയ്യാമെന്നൊരു തോന്നൽ തോന്നി. അങ്ങനെയാണ് ഈ പബ്ലിഷിങ്ങിലേക്ക് കടന്നത്. ഈ ഒരു കഥ തെമ്മാടിയുടെ മോള് എന്ന് പറയുന്നത് ആ ഒരു ത്രെഡ്, ഇപ്പൊ കഥ വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ത്രെഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് തെമ്മാടിയുടെ മോള്, കാരണം ഈ കവർപ്പിക്ക് കണ്ടിട്ട് ഒരു തെമ്മാടിയുടെ കഥയാണോ. അത് വായിച്ചാലേ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ.